അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പല ഘട്ടങ്ങൾ കണ്ടതാണ്. ആദ്യം മികച്ച ഡോക്ടർ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താൻ ശ്രമം നടത്തുന്നു. അപ്പോഴൊക്കെയും മാധ്യമ ഇടപെടലും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങളുമാണ് മാറി ചിന്തിക്കാനുള്ള പ്രേരണയായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി കുറ്റക്കാരനെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമവും നടത്തി. മന്ത്രി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വരുത്താനുള്ള ശ്രമം നടത്തി. അതും അതിരൂക്ഷമായി വിമർശന വിധേയമായി അത് പൊളിഞ്ഞടുങ്ങുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം എല്ലാം സമവായമായതിന് പിറ്റേന്ന് മുഖ്യമന്ത്രി പറയുന്നു ചിലർ ആഗോള ഭീമന്മാർ വിലക്കെടുത്തവരായി മാറുന്നു എന്നത് സംശയമുനയിൽ നിർത്തുകയാണ്. ആരോഗ്യമന്ത്രി പറയുന്നു പ്രത്യേക അജണ്ടയോടുകൂടി ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ അങ്ങനെ തകരില്ല എന്ന്. എന്ത് വേണം മനസ്സിലാക്കാൻ? ഇനിയും അനുഭവിക്കേണ്ടി വരുമോ ഹാരിസ് ചിറക്കലിന്? ബഹുമാനപ്പെട്ട രേണുക, നമ്മളൊരു ചെറിയ വിഷയമല്ലേ ചർച്ച ചെയ്യുന്നത്. ഒരു ഡോക്ടർ, അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ്, സാധാരണക്കാരായിട്ടുള്ള രോഗികൾ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു. അതാണല്ലോ യാഥാർത്ഥ്യം. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുക, അല്ലെങ്കിൽ അവിടെ എന്താണ് കുറവുള്ളത് അത് വാങ്ങി നൽകുക, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് പകരം ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ഡോക്ടർ ഹാരിസിനെ, അദ്ദേഹം മികച്ച ഡോക്ടറാണ്, അദ്ദേഹത്തെ തള്ളിക്കളയേണ്ടതില്ല എന്നെല്ലാം പറയുന്നു. അതിന്റെ തൊട്ടടുത്ത 24 മണിക്കൂർ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെതിരാകുന്നു, മുഖ്യമന്ത്രി എതിരാകുന്നു, സർക്കാർ സംവിധാനങ്ങൾ എതിരാകുന്നു. സമൂഹ മധ്യത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പൊതുവിഷയമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമാണെന്ന് നമ്മൾ പറയുന്ന, നമ്മൾ സമ്പുഷ്ടമാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല സർജറി നടത്താൻ എന്നുള്ളത് തുറന്നു പറയുന്നു. അത് അംഗീകരിക്കുക, അത് അംഗീകരിച്ച് പരിഹാരം കണ്ടെത്തുക. സർക്കാർ ആദ്യം അതിനാണ് ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവുക. പിന്നീട് അതിലൊരു രാഷ്ട്രീയം കാണുന്നു. അതാണല്ലോ ഇനി പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് ശ്രീ ജയേന്ദ്രൻ അദ്ദേഹം സൂചിപ്പിക്കുമ്പോഴും ആദ്യം അദ്ദേഹം ചില കാര്യങ്ങളെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? ട്രംപിനെ കുറിച്ച് പറയുന്നു, അമേരിക്കയെ കുറിച്ച് പറയുന്നു, ആഗോള ഭീമന്മാരെ കുറിച്ച് പറയുന്നു. നമ്മളൊരു പൊതുവിഷയം ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അത് കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലയിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ആഗോള ഭീമന്മാരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റെതസ്കോപ്പ് വാങ്ങിക്കൊടുത്തില്ല എന്നുള്ള വിഷയം, അതാണല്ലോ ആത്യന്തികമായിട്ടുള്ള വിഷയം. ഒരു സർജറി നടത്താനുള്ള ഒരു പൊതു സാധാരണക്കാരന് സർജറി നടത്തേണ്ട ഒരു ഉപകരണം വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. അതിന് 1 ലക്ഷമാവട്ടെ, 2 ലക്ഷമാവട്ടെ, 10 ലക്ഷമാവട്ടെ, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല സർക്കാർ കാണുന്നത്. സർക്കാർ കാണുന്നത് അതിന് രാഷ്ട്രീയം കണ്ടുകൊണ്ട് അതിനെ ആഗോള ഭീമന്മാരുമായി കൂട്ടിക്കെട്ടുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പനി പിടിച്ചു വരുന്ന, സർജറിക്ക് വരുന്ന, സാധാരണ രോഗത്തിന് ചികിത്സ തേടി വരുന്ന ആളുകളോട് പറയുന്ന രാഷ്ട്രീയമാണോ ഇത്? ഇതിനൊരു രാഷ്ട്രീയം കണ്ടെത്തുകയാണ്. ആ രാഷ്ട്രീയമാണ് ഇവിടെ തുറച്ചു പോയിരിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇവിടെ സാധാരണക്കാരന് വിനയായി മാറിയിരിക്കുന്നത്. ആ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ല എന്നുള്ളത് സമ്മതിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ആ ആശുപത്രിയിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെയല്ലേ ചികിത്സിക്കേണ്ടത്? ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രിമാർ അവിടെയല്ലേ ചികിത്സിക്കേണ്ടത്? അപ്പൊ ആ ആശുപത്രിക്ക് ഒരു എയിംസിന്റെ സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി ആശുപത്രിയെ വിപുലപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കുകയല്ലേ വേണ്ടത്? ആരോഗ്യ മേഖലയെ സമ്പുഷ്ടിപ്പെടുത്താൻ പദ്ധതി ഒരുക്കുകയല്ലേ വേണ്ടത്? മന്ത്രിസഭാ യോഗം കൊടുക്കുമ്പോൾ അവിടേക്ക് ഫണ്ട് അലോട്ട് ചെയ്യല്ലേ വേണ്ടത്? എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം ഉണ്ടല്ലോ, ആ മന്ത്രിസഭാ യോഗത്തിൽ ഫണ്ട് അലോട്ട് ചെയ്യണ്ടേ? അപ്പൊ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി അവിടേക്ക് എന്താണോ സൗകര്യം ഒരുക്കി സാധാരണക്കാരന് ഫെസിലിറ്റി ഒരുക്കേണ്ടത്, ആ ഫെസിലിറ്റി ഒരുക്കാതെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു ഡോക്ടറെ, അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം തുറന്നു പറഞ്ഞില്ലേ, ഞാൻ ഏത് കാലഘട്ടത്തിലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? കൊറോണ കാലഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയില് വിപുലപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നതിന് പകരം സർക്കാർ രാഷ്ട്രീയം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം ഇന്ന് ഡോക്ടർ ഹാരിസ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം വന്നതാണ്.
അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവിഷമത്തെ സംബന്ധിച്ച്, സഹപ്രവർത്തകർ അദ്ദേഹത്തോട് കാണിച്ച രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചല്ല. ഒരു കാര്യം കൂടി രേണുക പൊതുസമൂഹം കാണേണ്ടത്, ആ ഡോക്ടറെ ഇന്ന് ഒറ്റപ്പെടുത്തുക മാത്രമല്ല, ആ കളവ്, ഈ പച്ചക്കള്ളം കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയല്ലോ. DME അടക്കമുള്ള ആളുകൾ അവരെ ഫോണിലൂടെ ഡയറക്ട് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. എന്തായിരുന്നു ഉദ്ദേശശുദ്ധി? എന്തായിരുന്നു യാഥാർത്ഥ്യം? അവർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ ഉണ്ടാകും. എന്താ ഇതിന്റെയൊക്കെ സാങ്കത്യം? സ്വാഭാവികമായും ആ ഹോസ്പിറ്റലിൽ എന്തായാലും അതിനുള്ള നല്ല പ്രതിഫലം അദ്ദേഹത്തിനെ തേടിയെത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ അതാണ് അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള പ്രതിഫലം തേടിയെത്തുന്നു. ഉടനെ തന്നെ സ്ഥാനക്കയറ്റം നടക്കുന്നു, സ്ഥിര നിയമനം നൽകുന്നു, എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? ഫെസിലിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഡോക്ടറെ ക്രൂശിൽ കയറ്റിക്കൊണ്ട് അതുണ്ട് എന്ന് കള്ളം പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ കള്ളക്കരത്തിൽ കൂട്ടു നിൽക്കുന്ന ഒരാളെ, ഉദാഹരണത്തിന് നോക്കൂ, അവിടെ പൂട്ട് പൊളിച്ച കാര്യത്തെ കുറിച്ച് പറയുന്നു, പൂട്ട് തുറന്നില്ല എന്ന് പറയുന്നു, 2 തവണ പരിശോധിച്ചു എന്ന് പറയുന്നു, അതല്ല 3 തവണ പരിശോധിച്ചു എന്ന് പറയുന്നു. ഈ തരത്തിൽ നമ്മുടെ സാധാരണ മലയാളികൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള വങ്കത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എന്ന് പറഞ്ഞാൽ ഈ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തണ്ടേ? ഇതിനെയാണോ നമ്മൾ പുകഴ്ത്തി പാടേണ്ടത്? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.